ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരത്തിന് ശേഷം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റനായ സാക്ഷാൽ പാറ്റ് കമ്മിൻസ് ഒരു വാക്ക് പറഞ്ഞു. ഞാൻ ഇനി മുതൽ വൈഭവ് സൂര്യവംശിയുടെ കടുത്ത ആരാധകനാണ്. ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസ് ഇത്തവണ സൺറൈസേഴ്സിനായി കളിക്കുന്ന ആദ്യത്തെ മത്സരമായിരുന്നു ഇന്നലത്തേത്. വലിയ അനുഭവ സമ്പത്തുള്ള കമ്മിൻസ് ലോക ക്രിക്കറ്റിലെ മുടിചൂടാമന്നന്മാരായ പല ബാറ്റ്സ്മാൻമാരെയും വിറപ്പിച്ചവനാണ്. എന്നാൽ 15-കാരനായ ആ യുവ താരത്തിനു മുന്നിൽ കമ്മിൻസിന്റെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റി. കമ്മിൻസിനെതിരെ വൈഭവ് നേടിയ ഒറ്റ സിക്സർ കൊണ്ട് തന്നെ സാക്ഷാൽ ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ വൈഭവിന്റെ ആരാധകനായി മാറിയിരിക്കുകയാണ്. അത്രത്തോളം വിസ്മയപ്പെടുത്തുന്ന ബാറ്റിംഗ് പ്രകടനമാണ് ആ വെറും 15 വയസ്സുള്ള താരം കാഴ്ചവെക്കുന്നത്. എങ്ങനെ ഇങ്ങനെ ബാറ്റ് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ടാണ് വൈഭവ് പ്രതികരിക്കുന്നത്. പന്ത് നോക്കുന്നു, തൻ്റെതായ രീതിയിൽ കളിക്കുന്നു. അതിനപ്പുറം പ്രത്യേകിച്ച് കോപ്പി ബുക്ക് സ്റ്റൈലുകളോ സാങ്കേതിക വിദ്യയോ എടുത്തു പറയാൻ വൈഭവിനില്ല. പന്ത് നോക്കി, ഗ്യാപ്പ് നോക്കി വലിച്ചടിച്ച് കളിക്കുന്ന വൈഭവിന്റെ ബാറ്റിംഗ് മികവിന് മുന്നിൽ നിലവിൽ ബൗളർമാർക്ക് ഭയക്കാതെ തരമില്ലെന്ന് തന്നെ പറയാം. ഹൈദരാബാദിനെതിരെ 36 പന്തിൽ സെഞ്ചുറി നേടി പല റെക്കോർഡുകളും വൈഭവ് സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് IPL 2 തവണ സെഞ്ചുറി 15 വയസ്സിനുള്ളിൽ നേടിയെന്ന് തന്നെയാണ്. മറ്റൊരു താരത്തിലും ലോക ക്രിക്കറ്റിൽ സാധിക്കാത്ത കാര്യമാണ് വൈഭവ് നേടിയെടുത്തിരിക്കുന്നത്. ഒരു അൺക്യാപ്ഡ് താരം 2 സെഞ്ചുറികൾ നേടിയെടുത്തു എന്ന ചരിത്രവും IPL തിരുത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇത് വൈഭവിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന റെക്കോർഡ്. ഇങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കി വൈഭവ് ഇന്നലെ കളം നിറയുന്നതാണ് കാണാൻ സാധിച്ചത്. IPL വേഗ സെഞ്ചുറിക്കാരിൽ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും വൈഭവ് സ്വന്തമാക്കി. 2025 സീസണിൽ 35 പന്തിൽ സെഞ്ചുറി നേടിയ IPL വേഗ സെഞ്ചുറിക്കാരിൽ 2ാം സ്ഥാനക്കാരനായി മാറിയ വൈഭവ് ഇത്തവണ 36 പന്തിൽ സെഞ്ചുറി നേടിയാണ് 3ാം സ്ഥാനവും നേടിയെടുത്തിരിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ ഇത്തവണത്തെ കുതിപ്പിൽ എല്ലാ അഭിനന്ദനങ്ങളും വൈഭവ് എന്ന താരത്തിലേക്ക് തന്നെയാണെന്ന് പറയാം. കാരണം റൺവേട്ടക്കാരിൽ 1ാം സ്ഥാനത്തേക്ക് എത്തി രാജസ്ഥാനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ആ 15-കാരനായ ബാലനാണ്. പക്ഷേ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിനെയും ആരാധകരെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇന്നലെ ഹൈദരാബാദിനെതിരായ മത്സരത്തിനിടെ വൈഭവിന് ഹാംസ്റ്റർ ഇഞ്ചുറി നേരിട്ടിരിക്കുകയാണ് എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടായി പുറത്തു വരുന്നത്. മത്സരത്തിൽ ഇഷാൻ കിഷൻ ബാറ്റ് ചെയ്യവേ പന്ത് ബൗണ്ടറി തടയുന്നതിന് വേണ്ടി പുറകെ ഓടിയ വൈഭവിന് കാൽമസിലിന് പരിക്കേൽക്കുകയായിരുന്നു. വേദന കൊണ്ട് പൊളഞ്ഞ അദ്ദേഹം അപ്പോൾ തന്നെ നിലത്ത് ഇരിക്കുകയും ചെയ്തു. ഉടനെ തന്നെ ഫിസിയോയും സഹ താരങ്ങളും ഡെക്കൗട്ടിൽ നിന്ന് ഓടിയെത്തുകയും വൈഭവിനെ ഡെക്കൗട്ടിന് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നടക്കാൻ പ്രയാസപ്പെടുന്ന വൈഭവിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന് കാലിന് നല്ല വേദന ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് നിസ്സംശയം പറയാം. കാരണം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് വൈഭവിനെ ഇത്തവണ നഷ്ടമായാൽ അത് വലിയ തിരിച്ചടിയായി മാറും. കാരണം രാജസ്ഥാന്റെ ഇത്തവണത്തെ പ്രധാന റൺവേട്ടക്കാരൻ വൈഭവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ രാജസ്ഥാന്റെ ബാറ്റിംഗ് നിരയെ അത് കാര്യമായി തന്നെ ബാധിക്കും. കാരണം വൈഭവും ജയ്സ്വാളും ധ്രുവ് ജുറേലുമാണ് രാജസ്ഥാന്റെ ടോപ്പ് 3യിൽ മികച്ച പ്രകടനത്തോടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നാലെ എത്തുന്ന റിയാൻ പരാഗും ഷംറോൺ ഹെറ്റ്മേറൊക്കെ മോശം ഫോമിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈഭവ് സൂര്യവംശിയുടെ ഫിറ്റ്നസും അദ്ദേഹത്തിന്റെ പ്രകടനവും രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. വൈഭവിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചെറിയ പ്രതീക്ഷ ആരാധകർക്കുണ്ട്. കാര്യമായ പരിക്ക് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ല എന്നാണ് പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ 1-2 മത്സരങ്ങൾ വൈഭവിന് നഷ്ടമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തേക്ക് എത്തുന്നുണ്ട്. ഇതിനെക്കുറിച്ച് രാജസ്ഥാൻ റോയൽസ് ഔദ്യോഗികമായിട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രാജസ്ഥാൻ റോയൽസിന് വൈഭവിന്റെ അഭാവം ഉണ്ടായി കഴിഞ്ഞാൽ ഇനിയുള്ള മത്സരങ്ങളിൽ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കുമെന്ന് നിസ്സംശയം പറയാം. കാരണം നിലവിൽ 4ാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് ഉള്ളത്. ആദ്യത്തെ 4 മത്സരങ്ങളും വിജയിച്ച രാജസ്ഥാന് പിന്നീട് കളിച്ച 4 മത്സരത്തിലും 3 മത്സരത്തിലും തോൽവി നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മധ്യനിരയുടെ മോശം ഫോമാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ റിയാൻ പരാഗ് ആദ്യത്തെ 4 മത്സരത്തിൽ കയ്യടി നേടുകയും സഞ്ജു സാംസന്റെ അഭാവത്തിലും പരാഗിന് രാജസ്ഥാനെ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്ന തരത്തിൽ ആരാധകർ വാഴ്ത്തുകയെല്ലാം ചെയ്തു. എന്നാൽ 4 മത്സരങ്ങൾക്ക് ശേഷം കളിയാകെ മാറുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പരാഗിന്റെ ബാറ്റിംഗ് പ്രകടനം മോശമാവുന്നതും ഡെത്ത് ഓവറിൽ പ്രതീക്ഷിച്ച പോലെ റൺസ് ഉയർത്താൻ രാജസ്ഥാന് സാധിക്കാതെ പോകുന്നതുമെല്ലാം ടീമിനെ പിന്നോട്ടടിക്കുകയാണ്. ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. 250 മുകളിലോട്ട് സ്കോർ എത്തിക്കാമായിരുന്നു. പക്ഷേ ഇതേപോലെ ഡെത്ത് ഓവറിൽ പരാഗും ഹെറ്റ്മേറൊന്നും കാര്യമായ പ്രകടനം നടത്താത്തതാണ് രാജസ്ഥാനെ ഇന്നലെ പ്രതീക്ഷിച്ച സ്കോറിലേക്ക് എത്തിക്കാതിരുന്നത്.
അത് ഹൈദരാബാദ് മുതലാക്കുകയും 5 വിക്കറ്റിന്റെ ജയം നേടിയെടുക്കുകയും ചെയ്തു. എന്തായാലും വൈഭവ് സൂര്യവംശിയുടെ വിസ്മയിപ്പിക്കുന്ന ബാറ്റിംഗ് പഠനങ്ങൾ തുടർന്ന് കാണാൻ അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസോടെ കളത്തിലേക്ക് തിരിച്ചെത്തേണ്ടതായിട്ടുണ്ട്. നിലവിലെ റിപ്പോർട്ടുകൾ ശരിവെച്ച് അദ്ദേഹം എത്രയും വേഗം തന്നെ കളത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.